ആരാണ് ഈ ഞാൻ? ഈ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ചിന്തിച്ചിട്ട് ആരാണ് ഈ ഞാൻ എന്നൊരു ചോദ്യത്തിന് ഇന്ന് വരെ ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ വേദങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാനാരാണെന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. വേദം ചുരുക്കി പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ ബ്രഹ്മമാകുന്നു. ഞാനെന്നത് ബ്രഹ്മം തന്നെയാണ്. ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണ്. അപ്പം എന്താണ് ഈ ബ്രഹ്മം? അതിനെ കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്നിട്ടത് പ്രപഞ്ചമായി മാറുന്നതും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്നത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. ബ്രഹ്മം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി, ഈ എല്ലാം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കി. അപ്പം ആദ്യത്തെ ബ്രഹ്മത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഞാനെന്താണെന്ന് മനസ്സിലാക്കൂ. അപ്പം ഞാനെന്നത് ഈ ശരീരത്തിൻ്റെ അകത്തുനിന്ന് വരുന്ന ഒരു സംഗതിയാണ്. അല്ലാത്ത നിലയിൽ നമ്മൾ സാധാരണ നിലയിൽ ചിന്തിക്കുന്നതാണെങ്കിൽ ഈ ശരീരമാണ്, ഈ കാണുന്ന എല്ലാമാണ്. അപ്പം ഈ കാണുന്ന എല്ലാം നമ്മൾ എന്താണെന്നറിയാൻ ഒരു കുറേ പെട്ടിയുണ്ട്, കുറേ പെട്ടി മൂടി അകത്തൊരു സാധനമുണ്ട്. നമ്മൾ പൊളിച്ച് നോക്കുന്ന മാതിരി നമ്മളെ മനുഷ്യരായാലും മൃഗങ്ങളായാലും ചെടികളായാലും കല്ലായാലും മണ്ണാലായാലും ശാസ്ത്രലോകം പൊളിച്ച് നോക്കിയാണ് ചെയ്യുക. അവസാനം അവർ എത്തിച്ചേർന്ന സംഗതികളാണ് തന്മാത്രകൾ. അതായത് തന്മാത്രകളെ കൊണ്ടാണ് മനുഷ്യരുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിനെയും പൊളിച്ചപ്പോൾ കിട്ടിയതാണ് ആറ്റങ്ങളാണ്. അപ്പോൾ ആറ്റങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആറ്റത്തെയും പൊളിച്ചു നോക്കി, അപ്പോൾ കിട്ടുന്നത് കണങ്ങളെയാണ്, ഇലക്ട്രോൺ പ്രോട്ടോൺ, രണ്ടും കൂടിയ ന്യൂട്രോൺ, പിന്നെ ചെറിയ വേറെ കണങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് ദ്രവ്യം എന്ന് പറയുന്നത്, കണങ്ങൾ. പക്ഷേ അത് ഇലക്ട്രോൺ തന്നെ ചിലപ്പോൾ ദ്രവ്യമായിട്ട് നിൽക്കും, ചിലപ്പോൾ തരംഗരൂപത്തിൽ നിൽക്കും. അപ്പോൾ ഊർജവുമാണ്. ഊർജവും കണവും തമ്മിലുള്ളൊരു സാധനമാണ് ഈ കണങ്ങൾ. അവസാനം വേറെ നേരത്തെ പറഞ്ഞാൽ ഊർജത്തിൽ നിന്ന്, തരംഗരൂപത്തിൽ ഒഴുകുന്ന ഒരു ഊർജത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. പ്രപഞ്ചഭേദിൽ നിന്നുണ്ടായാൽ തുടക്കേതാണോ അതാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ പൊളിച്ചു നോക്കുമ്പോഴേ എന്ത് പറ്റുന്നുണ്ട്, അതിൻ്റെ രൂപമെല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളിങ്ങനെയല്ല ഈ രൂപത്തിലുണ്ട്. ഇതിനെല്ലാം പൊളിച്ച് കല്ലും മണ്ണും എല്ലാം പൊളിച്ചു നോക്കുമ്പോൾ അതിൻ്റെ രൂപം നഷ്ടപ്പെട്ട് അവസാനം ഇലക്ട്രോൺ ചെറിയ ഗോളങ്ങളായിട്ട് മാറി, ആ ഗോളങ്ങളൊക്കെ ഒരു തരംഗമായിട്ട് മാറി. അപ്പം പൊളിച്ച് അങ്ങോട്ട് പോകും തോറും അതിൻ്റെ രൂപവും ഗുണങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് അവസാനം ഒരു എനർജിയിലെത്തി. എനർജിനെ അങ്ങോട്ടേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ വേദപഠന ക്ലാസ്സിലൂടെ കണ്ടു കഴിഞ്ഞു ഒരു സംഗതിയുണ്ട്, ഒരു രൂപമില്ലാതെ. അപ്പം അങ്ങോട്ടേക്ക് പോകുന്തോറും രൂപം ഇല്ലാതായി വരുമ്പോൾ, ഉദാഹരണമായിട്ട് ഈ നാട്ടിൽ എന്തെല്ലോ കെട്ടിടങ്ങളുണ്ട്, അമ്പലമുണ്ട്, പള്ളിയുണ്ട്, ഓഫീസുണ്ട്, ജയിലുണ്ട്, കിണറുണ്ട്, മതിലുണ്ട്, എല്ലാം പല രൂപത്തിലാണ്. ഇതിനെല്ലാം പൊളിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എന്തേ ഉണ്ടാവും? കുറേ സിമെൻറ്റും കോൺക്രീറ്റും കുറച്ച് കല്ലും എല്ലാം ഉണ്ടാവും, എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ വ്യത്യസ്തമായി ഉണ്ടായത്. അതുപോലെ നമ്മൾ ഈ എല്ലാത്തിനെയും എടുത്ത് പൊളിച്ച കല്ലിനെയും മണ്ണിനെയും നമ്മളെ ശരീരം എല്ലാം എടുത്ത് പൊളിച്ച് നോക്കുമ്പോൾ അവസാനം കിട്ടുന്നത് ആ ഒരു തരംഗ രൂപത്തിലുള്ള ഊർജ്ജമാണ്. അതിന് വലിയ രൂപം ഭാവമൊന്നുമില്ല. ഈ കെട്ടിടമെല്ലാം പൊളിച്ചാൽ കല്ല് പിന്നെ ഏകദേശം ഒരേപോലെ തന്നെയല്ല. അപ്പം ഈ ഒരേപോലെയുള്ള അപ്പം തുടക്കിയതോ ഒന്നിൽ നിന്നാണ്. അതിന് രൂപവും ഭാവവും ആ സംഗതിക്കാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, വേദത്തിൽ ബ്രഹ്മം എന്ന് പറയും. അപ്പം പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് ആ ബ്രഹ്മത്തിൽ നിന്നാണ്. അത് നിർഗുണമാണ്, രൂപവും ഭാവവും. നമുക്ക് അല്പം ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അതിന് രൂപവും ഭാവമൊന്നും ഇല്ലാതെ ഏതോ ഒരു സംഗതി എന്നാണ് അത് വന്നിരിക്കുന്നത്. കാരണം ഇന്നത്തെ രൂപമൊന്നും, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വ്യത്യസ്ത രൂപങ്ങളൊന്നും അതില്ല. ഇലക്ട്രോണും പ്രോട്ടോണും ആകുമ്പോൾ തന്നെ വെറും രണ്ട് ഗോളം മാതിരിയായി മാറും. അതിനെയും പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറും തരംഗമായിട്ട് മാറും. ആ തരംഗം ഉണ്ടാകുന്നത് പ്രേരിപ്പിച്ചിട്ടാണ്. ഒരു വെള്ളത്തിലൊരു കല്ലിടുമ്പോൾ ഏതോ ഒരു ബലം പ്രേരിപ്പിച്ചിട്ടാണ് തരംഗമായിട്ട് മാറുന്നത്. ഒരു പ്രേരക ശക്തിയുണ്ട്. തരംഗം ഉണ്ടാകുന്ന വെള്ളത്തിൽ തരംഗം എങ്ങനെ ഉണ്ടാകും? ഒരു കല്ലിട്ടാൽ തരംഗം ഉണ്ടാകും. അപ്പോൾ അവിടെ കല്ല് പ്രേരിപ്പിക്കുകയാണ്, അവിടെ ചലിപ്പിക്കാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രേരക ശക്തിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്.
ഒരു പ്രേരക ശക്തിയിൽ നിന്നാണ് ഇത് ഒരു പ്രേരക ശക്തിയാണ് തരംഗരൂപമായിട്ട് ഒഴുകിയത്. ആ പ്രേരക ശക്തിക്ക് അപ്പം രൂപവും ഭാവവും ഒന്നും പറയാൻ പറ്റില്ല. അതാണ് ഈശ്വരൻ, അതാണ് ബ്രഹ്മം. അപ്പൊ ഈശ്വരൻ എന്താണെന്ന് മനസ്സിലായി, ബ്രഹ്മം എന്താണെന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ പുറമേ കേൾക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഒരു രൂപവും അതിനില്ല. അതിനെ വേദം തന്നെ പറയുന്നത് അതിനെ ശരിയായ രൂപത്തിൽ നിർവചിക്കാൻ പോലും പറ്റില്ല. കാരണം രൂപവും ഭാവവും ഒന്നും ഇല്ല അതിനെങ്ങനെയാണ് നിർവചിക്കുന്നത്. പക്ഷെ ഒന്നുണ്ട്, നമ്മളെ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാം, എന്തോന്ന് അങ്ങനെ ഉണ്ടായിരുന്നു, പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ട്. അതാണ് പ്രപഞ്ചമായിട്ട് വികസിച്ചു വന്നത്. അതിനാണ് ബ്രഹ്മം എന്ന് പറയുക. അപ്പം ബ്രഹ്മം എന്ന നിർഗുണമായ, അതിന് അളവുണ്ടോ എന്ന് ചോദിച്ചാൽ അളവൊന്നുമില്ല. അത് തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവനായിട്ട് ഒരു ചെറിയ, അതിൻ്റെ അകത്തുനിന്ന് ഒരു അംശമാണ് ചെറിയ ഈ പ്രപഞ്ചം മുഴുവനായിട്ട് ഇങ്ങനെയെല്ലാം ഇലക്ട്രോണും എല്ലാം ആയിട്ട് മാറിയിട്ട് എന്തെല്ലോ ആയത്. അപ്പം അതിന് വലുപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലുതിൽ വലുതാണ്, ചെറുതിൽ ചെറുതാണ്. അതൊന്നും പറയാൻ പറ്റില്ല. ആ പ്രേരക ശക്തി എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അതൊരു പ്രേരക ശക്തിയാണ്. അതിൽ നിന്നാണ് പ്രേരണ വരുന്നത്. ആ പ്രേരണ വരുന്നതിനെക്കാട്ടി മുമ്പിൽ അതിന് പ്രേരണ വരുന്നതിന് വെറുതെ ഇരിക്കാം, ഒരു പ്രേരണയില്ലാതെ ഇരിക്കാം, പ്രേരിപ്പിക്കാതെ ഇരിക്കാം. അപ്പം അത് ആദ്യം നിർഗുണമായ അവസ്ഥയിൽ ഒരു പ്രേരണയില്ലാതെ ശക്തിയിൽ നിൽക്കുമ്പോഴാണ് അതിനെ ബ്രഹ്മം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ മനസ്സിൽ ചിലപ്പോൾ ഒരു പ്രേരണ ഉണ്ടാകില്ല, നമ്മളിങ്ങനെ ഇരിക്കും. പെട്ടെന്നൊരു പ്രേരണയുണ്ട്, ആ ശരി എന്തോ ചെയ്യണം, അപ്പം ഞെട്ടിയാണെന്ന് നമ്മൾ പോകും. അപ്പം പ്രേരിപ്പിക്കുന്ന ആ ശക്തി ചിലപ്പോൾ 0 ആയിരിക്കാം, ചിലപ്പോൾ പ്രേരിപ്പിച്ചിട്ട് അത് എന്തെല്ലോ ആയി മാറും. അതുകൊണ്ട് അതിന് അളവൊന്നുമില്ല. അപ്പം ആദ്യം അത് നിർഗുണമായ ഒരു പ്രേരണയും ഇല്ലാത്ത ഒരു സംഗതിയായിരുന്നു. അതിൽ നിന്നാണ് തുടക്കം. അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയത്. പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അപ്പോൾ എന്താണത്, എന്തിനാണ് പ്രപഞ്ചമായി മാറിയത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് അതിന് ഒരു സമയത്ത് പ്രപഞ്ചമായി മാറണമെന്നൊരു തോന്നലുണ്ടായി, അതൊരു പ്രേരക ശക്തിയായി പുറത്തേക്ക് വരുന്നു. ആ പ്രേരക ശക്തിയാണ് പിന്നെ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ആയിട്ട്, അതിനെപ്പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു, അത് പ്രപഞ്ചമായി മാറുന്നത്. അപ്പോൾ എന്തും ചെയ്യുമ്പോൾ അതിനൊരു പ്ലാൻ ഉണ്ടാവണം. പ്ലാനും അതിനൊരു സയൻസും ഉണ്ടാവണം. ആ സയൻസ് അനുസരിച്ചാണ് അത് ചെയ്യുക. അപ്പം സയൻസിനാണ് വേദങ്ങൾ ജ്ഞാനം എന്ന് പറയുന്നത്. കാരണം ആ പ്രേരക ശക്തി തരംഗമാകുന്നു, തരംഗം കണങ്ങളാകുന്നു, കണങ്ങൾ ആറ്റമാകുന്നു. ഇതെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അതൊരു സയൻസ്, ഒരു സയൻസ് അവിടെ ഉണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ എന്തെല്ലാം ശാസ്ത്രങ്ങളുണ്ടോ ആ ശാസ്ത്രത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേദങ്ങൾ എന്ന് പറയുന്നത്. വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അപ്പോൾ അതൊരു ജ്ഞാനത്തിൻ്റെ പിൻഫലത്തിൽ ആ സയൻസിലൂടെ പ്രപഞ്ചത്തെ പടിപടിയായിട്ട് സൃഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതും അതിൽ നിന്നൊരു പ്രേരക ശക്തി വരുന്നുണ്ട്. എന്തെല്ലോ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്രേരക ശക്തി. അപ്പോൾ ഇനിയുള്ള എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും ആ ഒരു പ്രേരക ശക്തി ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രപഞ്ചമായി മാറേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഭാവനയിൽ ഒരു രൂപം ഉണ്ടാകുന്നുണ്ട്. പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ നമ്മളൊരു വീട് വെക്കുമ്പോൾ ആദ്യം നമ്മളെ ഭാവനയിൽ ഇങ്ങനെ നമ്മളത് പടത്തിൽ എഴുതി, അതാണ് നമ്മൾ പടമായിട്ട് പ്ലാനായിട്ട് വരച്ചു വെക്കുന്നത്. പിന്നെ ആ പ്ലാൻ അനുസരിച്ചാണ് പോവുക അതിൽ നിന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ വരച്ചു വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തന്നെ മനസ്സിൽ വീട്ടിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് വെച്ചങ്ങനെ ചെയ്തു പോയാൽ മതി. വേറെ ആളെ കൊണ്ടൊന്നല്ല ജയിക്കുന്നത്, ഞാൻ തന്നെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാവനയിൽ വെച്ച് പിന്നെ വേറെ പേപ്പറിൽ വരച്ച് വെക്കേണ്ട ആവശ്യമില്ല. പേപ്പറിൽ വരച്ച് വെക്കുന്ന വേറെ ആളെയല്ല ഇൻവോൾവ് ആക്കുമ്പോഴാണ്, അവർക്കെല്ലാം നോക്കി ചെയ്യാനാണ്. അപ്പോൾ ആ പ്ലാനാണ് അനുസരിച്ചാണ് പിന്നെ എല്ലാം ഉണ്ടാകുന്നത്. അതാണ് 10 അവതാരങ്ങളിലൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിനൊരു സൃഷ്ടി നടത്തണം. അപ്പോൾ ആദ്യം അതെന്ത് ചെയ്യുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ, സയൻസിൻ്റെ, വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാനെ വിഭാവനം ചെയ്യുന്നു. എന്നിട്ട് ആ ഭാവനയിലൂടെ അത് വരുന്നു. ഏതാണ് ഈ നിർഗുണമായ സത്യം? അതിനൊന്നും മനുഷ്യനായിട്ട് കണ്ടുകൂടാ. അതിലൊരു രൂപമില്ല, ഭാവമില്ല.
അപ്പോൾ അത് പ്രേരണയുണ്ടാകുന്ന ആ സമയത്തുള്ള ആ സംഗതിക്കാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ബ്രഹ്മം എന്നതിനെ ഈശ്വരനായിട്ട് കാണാം. കാരണം അതിനൊരു പ്രേരണയുള്ളൂ. ബ്രഹ്മത്തിന് എന്തില്ല? ഒരു ഗുണമില്ല, ഒരു താല്പര്യമില്ല. പക്ഷെ അതിൽ നിന്ന് തന്നെയാണ് ഒരു പ്രേരണ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ പ്രേരണയും ബ്രഹ്മം തന്നെയാണ്. പക്ഷേ അതിനെ ഒരു പേര് മാറ്റി കൊടുത്തു എന്നേ ഉള്ളൂ, ഈശ്വരൻ എന്ന് പറയുന്നതേ ഉള്ളൂ. ഈശ്വരനപ്പം പ്രത്യേകതകളുണ്ട്, ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഭാവനക്കനുസരിച്ച് ആദ്യ ആറ്റങ്ങളാകുന്നു, തന്മാത്രകളാകുന്നു, എല്ലാവുന്നു, പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നു, വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നു. എങ്ങനെ ഒരു വലിയ ലോകം ഉണ്ടാക്കിയെടുക്കുന്നു, പ്രപഞ്ചം ഉണ്ടാകുന്നു. അത് സയൻസിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്, പടിപടിയായി. അതിൻ്റെ പിന്നിലെല്ലാം ആക്ട് ചെയ്യുന്ന ഈ പ്രേരണയാണ്. അതിൻ്റെ മനസ്സിലെന്തുണ്ട്? ഒരു ലോകം ഉണ്ടാക്കണം. പിന്നെ മനുഷ്യരെയും ജീവജാലങ്ങളെയും എല്ലാം സൃഷ്ടിച്ചിട്ട് അതിൻ്റെ പിന്നിലും ഈ പ്രേരണ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ആക്ട് ചെയ്തിട്ട് അവരിലൂടെ ചില കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അവർക്ക് ബുദ്ധി കൊടുത്തിട്ട്, മനുഷ്യരാണെങ്കിൽ ബുദ്ധി കൊടുത്തിട്ട് അവരെ കൊണ്ട് കുറേ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അപ്പം പ്രപഞ്ചം ഉണ്ടായതിന് ശേഷം ഭൂമിയിലുള്ള പുരോഗതികളെല്ലാം 4 ഘട്ടങ്ങളിലൂടെ, പ്രത്യേകം 4 ഘട്ടങ്ങളിലൂടെയാണ് അതൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതെല്ലാം ഭാവനയിലുള്ള ആദ്യത്തെ പ്രേരണയിൽ നിന്ന് നമ്മളൊരു വീട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കിയാണെങ്കിൽ നമ്മളെ മനസ്സിൽ സാമ്പാർ ഉണ്ടാക്കേണ്ട ആ ഒരു പ്രൊസീജിയർ, ഇന്ന സമയത്ത് ഇന്ന ചെയ്യണം, അതെല്ലാം സമയ ബേസ്ഡാണ്. അതേപോലെ സമയം എല്ലാം വെച്ചിട്ടാണ് ഈ സൃഷ്ടിക്രമം എല്ലാം പോകുന്നത്. ആ സമയം എന്ന് പറയുന്നത് പ്ലാനറ്ററി സിസ്റ്റത്തിൻ്റെ എല്ലാം ബന്ധിപ്പിച്ചിട്ടാണ്. കാരണം അതിലേക്കൊന്നും കിടക്കുന്നില്ല, ലളിതമായിട്ട് പറയുകയാണ്. ഞാനൊന്നത് മനസ്സിലാക്കാനാണല്ലോ ലക്ഷ്യം. ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓരോ സമയവും അതാത് സമയത്ത് ഇട്ടിട്ട് അങ്ങനെ പോകും. അതിന് എഴുതി വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വീടിൻ്റെ പ്ലാൻ തന്നെയാണ് എഴുതി വെക്കുന്നത്. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ മനസ്സെന്ന് ആ പ്രേരിക്കുന്നത്. അതേപോലെ തന്നെ അതൊരു പ്രേരക ശക്തി ഇങ്ങനെ വരുന്നു, പലതുമായിട്ട് മാറുന്നു. അത് തന്നെയാണ് പലതുമായിട്ട് മാറുന്നത്. എന്നിട്ട് എന്നെ കൊണ്ടൊരു കർമ്മം ചെയ്യിപ്പിക്കണ്ടെങ്കിൽ എന്നെ സൃഷ്ടിക്കുന്നു, എന്നിലൊരു പ്രേരണ ഉണ്ടാക്കുന്നു. കർമ്മം ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ എന്നിലൊരു പ്രേരണ ഉണ്ടാക്കുന്നു. ഇപ്പം എന്നിലൊരു പ്രേരണ ഉണ്ടാക്കുന്നത് നമ്മളെ നാഡീ സിസ്റ്റത്തിലൂടെ, അത് സയൻസ് തത്വം തന്നെയാണ് ഈ നാഡീ സിസ്റ്റം. ആ നാഡീ സിസ്റ്റത്തിലുള്ള ചില പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നിൽ പ്രേരണ ഉണ്ടാക്കുന്നതും എന്നെക്കൊണ്ട് ചിന്ത ഉണ്ടാക്കുന്നതും കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നതും. ഇപ്പോഴും നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഈ തലയുടെ പിൻഭാഗത്തുള്ള ഒരു നാഡീവ്യൂഹത്തിലൂടെയാണത് ഞാനെന്ന വികാരം ഉണ്ടാക്കുകയും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഹൃദയവും തലച്ചോറും തമ്മിലുള്ള ഒരു നാഡീവ്യൂഹത്തിലാണ് അത് ഉണ്ടാകുന്നതെന്ന് ആധുനിക സയൻസും കണ്ടെത്തുന്നുണ്ട്. ഇപ്പം നാഡികളിലൂടെയാണ്. അപ്പം പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് എന്നിലും ഒരു പ്രേരണ ഉണ്ടാക്കുന്നത്. അപ്പം എന്നിൽ ആ പ്രേരണ ഉണ്ടാക്കുമ്പോൾ ആ ശക്തി വിശേഷം എൻ്റെ നാഡികളിലൂടെ എന്നിലൊരു പ്രേരണയായിട്ട് മാറുന്നു. അതെന്താണോ മനസ്സിൽ കാണുന്നത് അത് തന്നെയാണ് എൻ്റെ പ്രേരണയുടെയും ആക്ട് ചെയ്യുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ആ പ്രേരണ തന്നെയാണ്, ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം. എന്നിലുണ്ടാകുന്ന ആ പ്രേരണ ആ ബ്രഹ്മം തന്നെയാണ്. പക്ഷെ ബ്രഹ്മം പലതായിട്ട് മാറിയിട്ട് ഒരു സൗരയൂഥ സിസ്റ്റമായിട്ട്, പിന്നെ സൗരയൂഥ സിസ്റ്റമാണ് നമ്മളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ആ പ്രേരണ തന്നെ പല ഗ്രഹങ്ങളായിട്ട് മാറിയിട്ട് ഗ്രഹങ്ങൾക്ക് ഓരോ സ്വഭാവവിശേഷങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ആ ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ് നമ്മുടെ ജനിതക ഘടനയായിട്ട് രൂപീകരിക്കുന്നത്. ആ പ്രേരക ശക്തി പല രൂപമായി തിരിഞ്ഞ് പല ഗ്രഹങ്ങളായി സൗരയൂഥ സിസ്റ്റമായി, ആ സൗരയൂഥ സിസ്റ്റത്തിലെ ചലനം സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് എല്ലാം കൂടിയാണ് എന്നിൽ പ്രേരണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രഹത്തിനും ഓരോ സ്വഭാവവിശേഷങ്ങളുടെ അതിനനുസരിച്ചുള്ള പ്രേരണ നമുക്കുണ്ടാകുമെങ്കിലും യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ആ പ്രേരക ശക്തി എനിക്കെന്തൊരു കർമ്മമാണോ, എന്നെ ജനിപ്പിച്ചതിന് വേണ്ടിയിട്ടാണ്, എന്നെ ജനിപ്പിക്കുന്ന ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ അത് തീരുമാനിച്ചിട്ടുണ്ട്, ഇവനെ കൊണ്ട് ഇന്ത്യയിൽ നിന്നെല്ലാം ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ജനിപ്പിക്കുന്നു.
നമ്മുടെ നാഡീവ്യൂഹങ്ങളിലൂടെ ആ ശക്തിവിശേഷം എന്നിൽ ഞാൻ എന്നൊരു ചിന്താഗതിയായി മാറുന്നു. അത് എന്നിലൂടെ കർമ്മം ചെയ്യിക്കുന്നു. ഈ പ്രേരിപ്പിക്കുന്നതെല്ലാം ഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മളെ ശരീരം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി. അത് സാധാരണ സയൻസിൽ. പിന്നെ എല്ലാം കൂടിയിട്ട് ഇതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, സയൻസും മാനേജ്മെൻറ്റും ടൈമും ആയിട്ട് മാത്രമേ ഒരു കാര്യങ്ങൾ നടക്കുകയുള്ളൂ. വെറും സയൻസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അതിനെ ഏകോപിപ്പിക്കാനുള്ള മാനേജ്മെൻറ്റും വേണം, കുറേ പ്രേരക്കാനുള്ള ശക്തികളെല്ലാം വേണം. ഇത് സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ആ മാനേജ്മെൻറ്റ് ഫങ്ഷൻ നടക്കുന്നത്. അതെല്ലാം പ്ലാനറ്ററി സിസ്റ്റവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവും ഉണ്ടായി പ്ലാനറ്റ്സുമായി മാറി. പ്ലാനറ്റ്സ് എന്ന ആ സൗരയൂഥ സൗരയൂഥ അല്ലെ ഈ പ്രപഞ്ചം മുഴുവനുള്ള സിസ്റ്റത്തിലെ ചലനമനുസരിച്ച് ആണ് നമ്മളെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മളെ നാഡികളിലൂടെ ആക്ട് ചെയ്യുന്നു. പല ഗ്രഹങ്ങളും പല സ്വഭാവവിശേഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എന്താണോ എൻ്റെ കർമ്മം വിധിച്ചിരിക്കുന്ന ആ കർമ്മത്തിൻ്റെ തീരുമാനത്തിലൂടെ എന്നെ മൂവ് ചെയ്യിപ്പിക്കുന്നു. അപ്പം അത് തന്നെയാണ് എല്ലാമായി മാറിയിട്ട് ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായ പ്രേരക ശക്തിയാണ് ഈശ്വരൻ എന്ന് പറയാം. ഈശ്വരൻ്റെ ഭാവനക്കനുസരിച്ചാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്, എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഓരോ നിമിഷവും എൻ്റെ കർമ്മം ചെയ്യിക്കുന്നത്. അതിന് കർമ്മം ചെയ്യേണ്ടപ്പോൾ ആ ശക്തിവിശേഷം എന്നിൽ നാഡികളിലൂടെ ഞാനെന്നൊരു വികാരമുണ്ടാക്കുന്നു. അതെന്താണോ ഉദ്ദേശിച്ചത് അത് എന്നിലൂടെ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഞാൻ. അപ്പം ഞാൻ എന്താണോ ചെയ്യുന്നത് അത് ആ ശക്തി ചിന്തിക്കുന്ന പോലെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നിലൂടെ നാഡികളിലൂടെ പ്രേരിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. ഈ ഞാൻ എപ്പോഴേ ഉള്ളൂ. നമ്മളൊരു കാർ ഓടിക്കുമ്പോൾ, കാറുണ്ടെന്ന് വെച്ച വീട്ടിൽ ഉപയോഗിക്കാതെ ഓഫാക്കിയിട്ട് അവിടെ ഇടുന്നു. അപ്പം കാറ് ചത്ത കാറാണ്. ആവശ്യം വരുമ്പോൾ ഞാൻ പോയി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് ആക്റ്റീവാകും, എനിക്ക് ഓടിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു റേഡിയോ ആയാലും ഏത് ഇലക്ട്രോണിക്സ് ഉപകരണമായാലും എന്നിലും ഉറങ്ങുന്ന ഗാഠനിദ്രയിലുള്ള സമയത്ത് എന്നിൽ ഞാനില്ല. അപ്പോൾ എന്നിൽ കർമ്മം ചെയ്യേണ്ട സമയം വരുമ്പോൾ ഞാൻ ഞെട്ടി ഉണരുന്നു, എന്നെക്കൊണ്ട് ഞെട്ടി ഉണരുന്നു. എന്നിൽ ഞാനെന്നൊരു വികാരം ഈ നാഡികളിലൂടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്നു. എന്താണ് ആ ബ്രഹ്മത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് എൻ്റെ ജോലി ഞാൻ ചെയ്യേണ്ടത് അത് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതെന്താണോ തീരുമാനം, എനിക്ക് എന്നെ സൃഷ്ടിച്ചാൽ ഒരു കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ചെയ്യാൻ എന്നെക്കൊണ്ട്. അപ്പം എന്നിൽ ആ പ്രേരണ, ഞാനെന്നൊരു ചിന്താഗതി ഉണ്ടാക്കുന്നത് ആ ബ്രഹ്മമാണ്. ബ്രഹ്മം എന്തിനത് ഉണ്ടാക്കുന്നു? എന്നിലൂടെ അത് ചെയ്യാൻ. ഞാനായി മാറിയതും അതേ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വരുന്ന സംഗതി ഒരു പ്രേരക ശക്തിയാണ്. അതാണ് തരംഗരൂപത്തിൽ ഒഴുകിയിട്ട് കടങ്ങളെല്ലാം മാറിയത് ഈ ഞാനും. അപ്പോൾ ഈ എൻ്റെ ശരീരം മുഴുവൻ അതാണ്. അതിൽ നമ്മളുടെ നാഡികളിലൂടെ ആക്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാനെന്നൊരു വികാരം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അതാണ്. എന്തേ നമ്മൾ ചെയ്യുകയുള്ളൂ, അതിനെന്താണ് ലക്ഷ്യമുള്ളത്, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏതുപോലെ എന്നാൽ നമ്മളൊരു ഫാക്ടറിയിൽ നമ്മളൊരു ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യേണ്ടത് അതെല്ലാം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അത് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അത് നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ചതിന് ചില കർമ്മങ്ങളുണ്ട്. അതുകൊണ്ട് ഫാക്ടറിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ മറ്റുള്ള കാര്യമൊന്നും ആയിട്ടടക്കം ചിന്തിക്കില്ല ഒന്നും അർത്ഥമില്ല. ആ സമയത്ത് നമ്മൾ വീട്ടുകാര്യം ചിന്തിച്ചെന്നവരും മറ്റേ ചിന്തിച്ചവരും അതിൻ്റെ ഇടയ്ക്ക് ജോലി ചെയ്യുകയും ചെയ്യും. മറ്റുള്ളവരോട് പല കുശലം പറഞ്ഞെന്നും വരും. അതിനുള്ള പ്രീതിയെല്ലാം ഉണ്ട്. കാരണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ചലിക്കുന്നതനുസരിച്ച് നമ്മളിലും പല കാര്യങ്ങളും വരും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട പ്രധാന കർമ്മം എന്താണോ ആ പ്ലാനിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കർമ്മമാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഞാനെന്നത് ആ ഒരു ശക്തി ഉണ്ടാക്കുന്ന പ്രേരക ശക്തിയാണ്. ഈ ഞാനായി മാറിയതും
ആ നിർഗുണമായ ബ്രഹ്മം തന്നെയാണ് കണങ്ങളായി മാറി ഞാനായി മാറിയ എന്നെ ജനിപ്പിക്കുന്നതും ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. ജനിച്ചതിൻ്റെ ശേഷം എൻ്റെ നാഡികളിലൂടെയാണ് ഞാനെന്നൊരു വികാരം ഉണ്ടാകുന്നത്. ആ ഒരു വികാരം അത് തന്നെ ഉണ്ടാക്കിയിട്ട് അത് എന്നിൽ കൂടി ആക്ട് ചെയ്യുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ആ ഞാൻ തന്നെയാണ് ബ്രഹ്മം. അപ്പം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഞാൻ എന്താണോ എന്ന് ചോദിച്ചാൽ ആ ബ്രഹ്മം തന്നെയാണ് ഞാനായി മാറിയത്, ഈ ശരീരമായി മാറിയത്. ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതും ആ ബ്രഹ്മത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് വരുന്നത്. അത് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എൻ്റെ ജോലി കഴിയുമ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു പ്രേരക ശക്തി എന്നിൽ വരില്ല. അപ്പോൾ ഞാനല്ലാതെ ഞാനില്ലാതെയായി മാറി, കംപ്ലീറ്റ് എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഏതുപോലെ എന്നാൽ നമ്മളൊരു കാർ എപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ ആവശ്യം കഴിയുമ്പോൾ കൊണ്ടേറ്റ് എവിടെയെങ്കിലും ആക്രിക്കങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് എൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ല, പിന്നെ കാറിൻ്റെ ആവശ്യമില്ല, അത് വേസ്റ്റ് കളയും. പക്ഷെ അതിനെ കാറാക്കിയിട്ടെല്ലാം അതേ നിലയിൽ ഓടിച്ച് ആ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാനാണ്. അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാർ എവിടെയും കിടക്കും. നാഥനില്ലാതെ കളരി എന്നെല്ലാം പറയുന്നത് കേട്ടില്ല, നാഥനില്ലാതെ കളരി. അപ്പം കളരിയിൽ നാഥനുണ്ടാകുമ്പോഴാണ് അത് ആക്റ്റീവ് ആകുന്നത്. നാഥനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോകും. അപ്പം ഈ നാഥൻ എന്ന് പറയുന്നത് ഇവിടെ എല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ്. എന്നെയും സൃഷ്ടിക്കുന്നുണ്ട്, വേറെ ആളെയും സൃഷ്ടിക്കുന്നുണ്ട്, എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നുണ്ട്, എല്ലാത്തിനെയും അതിൻ്റേതായ കർമ്മങ്ങൾ അത് തന്നെ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇതെല്ലാം മാറിയത്, എല്ലാം അത് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. എല്ലാവരിലും ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് അതാണ് ചെയ്യിപ്പിക്കുന്നത്. അത് ചെയ്യാനൊന്നുമില്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ ആവശ്യം കഴിയുമ്പോൾ അതങ്ങ് പ്രവർത്തനം ആ പ്രേരിപ്പിക്കുന്ന അങ്ങ് നിർത്തും. അപ്പം നമ്മൾ ഹൃദയങ്ങളുടെ പ്രവർത്തനം പോലും അങ്ങ് നിശ്ചലമാണ്. ഗാഠനിദ്രയിൽ ശരീരമെല്ലാം പ്രവർത്തിപ്പിക്കുന്നുണ്ട് ആ ശക്തി. ഒരു പ്ലാൻ അനുസരിച്ചാണ് ശരീരം ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി ആവശ്യമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പിന്നെ ഒരിക്കലും ആക്ട് ചെയ്യാത്ത തരത്തിൽ അത് നമ്മളെ ശരീരത്തിൽ പിന്നെ ആ പ്രേരണ അതിനുണ്ടാവില്ല. നമ്മളെ കർമ്മം കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് നമ്മളൊരു ഫാക്ടറിയിൽ ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെയുള്ള ജോലി ചെയ്തു എന്ന് വെച്ചു. 5 മണി കഴിയുമ്പോൾ മണി അടിച്ചു, പിന്നെ അവിടെ ആരും നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല, നമ്മളെ അങ്ങ് വിടും. പിന്നെ ആ ഫാക്ടറിയിലെ എംപ്ലോയിയേ അല്ല ഞാൻ, പിന്നെ ഞാനെവിടെയോ വെളിയിലാണ്, അവിടെ ഇതിനകത്ത് എനിക്ക് കാര്യമില്ല. അതേപോലെ ആ ശക്തി വിശേഷം എന്നെ സൃഷ്ടിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നു. കർമ്മമെല്ലാം തീരുമ്പം കഴിയുമ്പോൾ എന്നെ അങ്ങ് വിടുന്നു. അതിൻ്റെ ആ ശരീരവുമായിട്ടുള്ള ബന്ധം അതങ്ങ് പോകുന്നു. നാഡികൾ പ്രവർത്തിക്കാതാകുന്നു. നാഡികൾ പ്രവർത്തിക്കാതാകുമ്പോൾ നാഡികളാണ് നമ്മളെ ഹൃദയത്തെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനം അങ്ങ് നിലക്കുന്നു. നിലക്കുമ്പോൾ നമ്മൾ മരണം അങ്ങ് സംഭവിക്കും. ഗ്രാജുവലായിട്ട് ശരീരം അങ്ങ് നശിച്ചു പോകും. അപ്പോൾ ഞാനെന്ന ആ പ്രേരണ ഉണ്ടാക്കുന്ന ശക്തി വന്നോ പോയോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഒരു പ്രേരക ശക്തി വരുന്നുണ്ട്, നമ്മളെ വേണ്ടപ്പോഴും വളർത്തുന്നു, കർമ്മം ചെയ്യിപ്പിക്കുന്നു, നമ്മളെ ശരീരത്തെ മുഴുവൻ ആക്റ്റീവായിട്ട് നിർത്തുന്നു. ആവശ്യമുള്ള കാലത്തോളം, ആവശ്യമില്ലാത്ത കാലത്തോളം സ്വിച്ചിട്ട മാതിരി അതങ്ങ് ഇല്ലാതെയാവും. നമ്മളെ കർമ്മം തീരുമ്പോൾ അതങ്ങ് ഇല്ലാതെയാവും. നമ്മൾ ഒരു വടി കുത്തി നടക്കാൻ വേണ്ടിയിട്ട് ഒരു വടി എടുത്തിട്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞു ഇല്ലേ, ഒരു ചൂട്ടെടുത്തിട്ട് രാത്രി എവിടെയും പോകുമ്പോൾ ഒരു ചൂട്ട്, പണ്ടത്തെ ചൂട്ടുണ്ടല്ലോ, ഇങ്ങനെ തെളിച്ച് വഴി തെളിച്ച് പോകും. വീടെത്തിക്ക് ആവശ്യം കഴിഞ്ഞ് കളയും. അതുപോലെ എന്നെ സൃഷ്ടിച്ചിട്ട് എന്നിലൂടെ പ്രേരിപ്പിച്ചിട്ട് നമ്മൾ ചൂട്ട് പ്രേരിപ്പിച്ചിട്ടാണ് ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്നത്. ആവശ്യം കഴിയുമ്പോഴാണ് കളയും. അതുപോലെ നാഡികളിലൂടെ അത് പ്രേരിപ്പിച്ചിട്ട് കർമ്മം ചെയ്യിപ്പിച്ചിട്ട് ആവശ്യം കഴിയുമ്പോൾ അതങ്ങ് മതിയാക്കും. അപ്പോൾ ഞാനങ്ങില്ലാതെയാവും. അപ്പോൾ ഈ ഞാനായി മാറിയതും ഈ ശരീരമായി മാറിയതും ബ്രഹ്മമാണ്. അതേ സംഗതി തന്നെയാണ് അടുത്ത് നിൽക്കുന്ന വേറൊരാളിലുമുള്ളത്. അതേ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ മരിച്ച് പുനർജനിക്കുക എന്ന് പറയുന്നത് ഈ ഞാനെന്നത് ബ്രഹ്മം തന്നെയാണ്, അതും ബ്രഹ്മം തന്നെയാണ്.
പിന്നെ ഞാൻ പുനർജനിക്കണോ വേണ്ടിയോ എന്നുള്ളത് ഇതേപോലെ എന്തെങ്കിലും ആ ശക്തി വിശേഷം വേറൊരു സൃഷ്ടി നടത്തിയിട്ട് എന്നിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും ബ്രഹ്മം തന്നെയാണ്. എന്നിലിരിക്കുമ്പോഴാണ് എനിക്ക് രണ്ടായിട്ട് തോന്നുന്നത്. മറ്റേത് വേറെ ബ്രഹ്മം, ഇതൊരു ബ്രഹ്മം. വേറെ ആള് ഉള്ളിലും ഉള്ളത് ഇതേ ബ്രഹ്മം തന്നെയാണ്. 2 മൊബൈലുണ്ട്, 2 TV ഉണ്ട് എന്ന് വെച്ചോളൂ. രണ്ടും ഒരേ സ്റ്റേഷനിലൂടെയാണ് പ്രോഗ്രാം നടത്തുന്നത്. ഇതിന് എൻ്റെ എന്ന് തോന്നി, ഇതിൻ്റെ എൻ്റെ എന്ന് തോന്നുന്നു. പക്ഷെ രണ്ടും ഏത് തന്നെയാണ്? ഒരേ TV സ്റ്റേഷനിൽ നിന്ന് വരുന്ന സിഗ്നൽ തന്നെയാണ് രണ്ടിടത്തായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിൽ കാണുന്ന തന്നെ ഇപ്പുറത്ത് കാണും. പിന്നെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇത് കളറാണെങ്കിൽ 2 നേരത്ത് തോന്നുന്നേ ഉള്ളൂ. TV സ്റ്റേഷൻ ഇത് ഓഫാക്കി കഴിഞ്ഞാലും ഇത് വരുന്നില്ല എന്നേ ഉള്ളൂ. രണ്ടും ഒരേ സംഗതി തന്നെയാണ്, രണ്ടിടത്തേക്ക് പോകുന്നു. ഒന്നിൽ നിന്ന് വരുന്ന TV സ്റ്റേഷനിൽ നിന്ന് വരുന്ന സിഗ്നലാണ് രണ്ടിൻ്റെയും ഒന്നിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒന്നിനെ കളറായിട്ട് ആക്ട് ചെയ്യിപ്പിക്കുന്നത്. അതാ സെറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച്. അതുപോലെ ബ്രഹ്മം തന്നെ എന്നെയും സൃഷ്ടിക്കുന്നുണ്ട്, വേറൊരാളെയും സൃഷ്ടിക്കുന്നുണ്ട്. രണ്ടിലൂടെയും ആക്ട് ചെയ്തിട്ട് 2 കർമ്മങ്ങൾ ചെയ്യും. എൻ്റെ കർമ്മം തീരുമ്പോൾ അതങ്ങ് ഓഫാക്കും. അപ്പം ആത്മാവ് പോകുന്നു. ഈ ആത്മാവ് എന്ന് പറയുന്നതാണ് പ്ലാൻ, പരമാത്മാവ് എന്ന് പറയുന്നതാണ് പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ചാണ് എന്നെ ജനിപ്പിക്കുന്നതും. നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടാവും, ഇന്ന സമയത്ത് ഇന്ന് ചെയ്യണം, അതിനനുസരിച്ചാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അതുപോലെ എനിക്കും കുറേ കർമ്മങ്ങളുണ്ട്, അതാണ് പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ച് എന്നെ കൊണ്ടും ചെയ്യിപ്പിക്കും. വേറൊരാൾക്ക് അതിൻ്റേതായ പ്ലാൻ ഉണ്ടാകും, അത് അയാളുടെ ജീവാത്മാവ് എന്ന് പറയും. അതിലൂടെ അവരെ കൊണ്ടും കർമ്മം ചെയ്യിപ്പിക്കും. എൻ്റെ കർമ്മങ്ങൾ തീരുമ്പോൾ ഇതങ്ങ് മതിയാക്കും, അത് കഴിയുമ്പോൾ അത് മതിയാക്കും. അപ്പോൾ എന്തെങ്കിലും പോകുന്നുണ്ടോ വരുന്നുണ്ടോ എന്നൊന്നും ചോദിക്കുന്നതിന് അർത്ഥമില്ല. പ്ലാന് തീരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ആവും. ഒരു കാസറ്റിലെ പ്രോഗ്രാം ഇട്ടിട്ട്, ഒരു കാസറ്റ് ഒരു സിനിമയാണെന്ന് വെച്ചോ, അതങ്ങനെ ഓടിക്കൊണ്ടിരിക്കും TV-യിലിട്ട്. എന്നിട്ട് അവസാനം എത്തുമ്പോൾ സിനിമ തീർന്നു കഴിഞ്ഞാൽ അതങ്ങ് നിൽക്കും, അവിടെ നിൽക്കും, തീർന്നു. അതുപോലെ എനിക്കൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ആ പ്രോഗ്രാം അനുസരിച്ചാണ് ഞാൻ ഫങ്ഷൻ ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ആ പ്രേരക ശക്തിയുണ്ട്. ആ പ്രോഗ്രാം എൻ്റെ കർമ്മം തീരുന്നത് വരെ, ജീവാത്മാവിൻ്റെ കർമ്മം തീരുന്നത് വരെ എന്നിലൂടെ അത് ചെയ്യേണ്ട സമയാസമയങ്ങളിൽ ടൈം അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കും. ആ പ്രോഗ്രാം തീരുമ്പോൾ പിന്നെ പ്രോഗ്രാം ഓടുന്നില്ല, നമ്മളെ പരിപാടി നിർത്തി മരണം എന്നൊരു സ്റ്റേജിലേക്ക് പോകുന്നു. പിന്നെ അത് ഫങ്ഷൻ ചെയ്യുന്നില്ല, പിന്നെ മരണമാണ്. അപ്പോൾ എന്തെങ്കിലും പോകുന്നു വരുന്നു എന്നൊന്നുമില്ല. ഒരു പ്രോഗ്രാം അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നു, അതും ആ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഈ ശരീരമായതും അതിനെ ഉള്ളിൽ കിടന്ന് പ്രേരിപ്പിക്കുന്ന എല്ലാം ബ്രഹ്മമാണ്. അത് തന്നെയാണ് മറ്റേലും ജയിപ്പിക്കുന്നത്. അങ്ങനെയാണ് സമൂഹം ഉണ്ടായിരിക്കുന്നത്, അങ്ങനെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അടുത്ത ജന്മത്തിലും വേണമെങ്കിൽ അതേ പ്രേരക ശക്തി തന്നെ ഇതേപോലെ വേറൊരു ജീവിയിൽ കയറാം. അവിടെയും ഇതേ ഞാനെന്നൊരു വികാരം ഉണ്ടാകാം. ഞാനെന്ന വികാരം എന്നിൽ ഉണ്ടാക്കുന്നതാണ്, ഈ നാഡികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഇന്ന് ഞാനെന്ന് തോന്നുന്ന അതേ വികാരം ബ്രഹ്മം തന്നെയാണത്. ആ ബ്രഹ്മത്തിൻ്റെ ഒരു രൂപമാണ് ഈ ഞാനും. ബ്രഹ്മത്തിൻ്റെ വേറൊരു രൂപമാണ് വേറൊരാൾ, എക്സ് എന്ന ആൾ. അതിന് വേറൊരു ഒരു വികാരമുള്ള ജീവി. ഇങ്ങനെ പലതരം ജീവികളായിട്ട് മാറുന്നു. അപ്പം അടുത്ത ജന്മത്തിലും ഇതേ തരം ഒരു വികാരം അവിടെ ഉണ്ടാക്കിയായാലും ഞാനായിട്ട് ജനിച്ചെന്ന് വരും. ആ ബ്രഹ്മത്തിൻ്റെ പ്രത്യേകത പലതരത്തിലുള്ള കാറ്റഗറി തിരിച്ചതിൽ ഓരോ സ്വഭാവവിശേഷമാണ് ഞാനെന്നൊരു വികാരം എന്നിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാം പക്ഷേ എന്ത് തന്നെയാണ്? ഒരേ ബ്രഹ്മം തന്നെയാണ്. കാരണം തുടക്കം ആ നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്നാണ്. ആ പ്ലാൻ അനുസരിച്ചാണ്. അത് സയൻസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം തുടക്കം ഏതോ ഒരു നിർഗുണമായ സംഗതിയിൽ നിന്നാണ്. അതാണ് തരംഗ രൂപത്തിൽ ഒഴുകുന്നത്. ആദ്യം തരംഗം തന്നെയാണ്. ആ തരംഗം തന്നെ ഉണ്ടാകുന്നത് ഒരു പ്രേരക ശക്തിയിൽ നിന്നാണ്. അപ്പോൾ ഒരു പ്രേരക ശക്തിയുണ്ട്, അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ആ പ്രേരക ശക്തി പ്രേരിപ്പിക്കണമെന്നില്ല, ചിലപ്പോൾ നിശ്ചലമായി നിൽക്കും, അതിന് ബ്രഹ്മം എന്ന് പറയും.
പക്ഷെ ഒരു പ്രപഞ്ചം ഉണ്ടാകണമെന്നുള്ളൊരു പ്രേരണ ഉണ്ടാകുമ്പോഴാണ് അത് ഈശ്വരനായി മാറുന്നത്. അത് പിന്നെ ആക്റ്റീവായിട്ട് കണങ്ങളായി സ്വയം തിരിഞ്ഞുകൊണ്ട് ഓരോ ജീവിൻ്റെ അകത്തിൽ കയറി നിന്നുകൊണ്ട് ഞാനെന്നൊരു വികാരം ഓരോന്നിലും ഉണ്ടാക്കിക്കൊണ്ട് അത് കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. അത് എന്നിൽ ഞാനെന്നൊരു വികാരം ഉണ്ടാകുന്നു, വേറൊന്നിൽ ഞാനെന്നൊരു വികാരം ഉണ്ടാക്കുന്നു. അവരെ കൊണ്ടെല്ലാം കർമ്മം ചെയ്യിപ്പിച്ചിട്ട് അതിനൊരു പ്ലാനുണ്ട്, അവരെ കൊണ്ട് ആ പ്ലാൻ തീർപ്പിച്ചിട്ട് പിന്നെ അതങ്ങ് വിത്ഡ്രോ ചെയ്യും, അവൻ്റെ കാര്യം കഴിയും. അതുകൊണ്ട് ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത മാതിരിയാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്തില്ല, സ്വർഗവും ഇല്ല, നരകവും ഇല്ല, നമ്മൾ തന്നെ ആ ബ്രഹ്മമാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല. നമ്മളെന്ന് അതിൻ്റെ അകത്ത് കിടന്നിട്ട് ഞാനെന്നൊരു ചിന്ത എന്നിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഈ പിന്നിൽ കളിക്കുന്ന കക്ഷിയെ തിരിച്ചറിയാൻ പറ്റില്ല. പിന്നിൽ കളിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാനെന്നൊരു ചിന്ത ഉണ്ടാകുമ്പോൾ മറ്റേവരിൽ വേറൊരു ഞാനാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ തമ്മിൽ നേരിട്ട് വ്യത്യസ്തമായി തോന്നുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ളിൽ ഒരേ ശക്തി വിശേഷം, അതായത് നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് വന്ന പ്രേരക ശക്തിയാണ് പലതായിട്ട് ആക്ട് ചെയ്തിട്ട് എല്ലാമായി തീർന്നത്. അതുകൊണ്ട് ശരീരമായാലും എന്തായാലും അത് ആ ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ടാണ് തൂണിലും തുരുമ്പിലും എല്ലാം ആ ബ്രഹ്മമാണ് ഉള്ളത് എന്ന് പറഞ്ഞത്. അത് മാത്രമേ ലോകത്തിലുള്ളൂ. ബാക്കിയെല്ലാം ഒരു തരം ബ്രഹ്മം, നമ്മളുണ്ടാക്കുന്ന ഒരു തരം ബ്രഹ്മമാണിത്. അതുകൊണ്ടാണ് മായ എന്ന് പറയുന്നത്. അത് പ്രപഞ്ചമായി മാറുമ്പോൾ നമ്മളൊരു മായയിൽ അകപ്പെട്ടിരിക്കുകയാണെന്നത് അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ആ ബ്രഹ്മമാണ് നമ്മളെക്കൊണ്ട്, ഇതെല്ലാം ബ്രഹ്മമാണ്, അത് തന്നെയാണ്. അത് സയൻസിനോട്ട് ചിന്തിച്ചാൽ മതി. ഒരൊറ്റ വസ്തുവിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വസ്തു തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. എല്ലാം ചലിപ്പിക്കുന്നത് അത് തന്നെയാണെങ്കിൽ അത് തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഞാൻ നീ എന്നീ ചിന്ത വരുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു തരം ബ്രഹ്മമാണ്. പക്ഷേ അത് നമ്മൾ ചെയ്തേ പറ്റും താനും. അതുകൊണ്ട് എന്തിനു വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരമില്ല. അതുകൊണ്ടാണ് മനുഷ്യന് പൂർണ്ണമായി അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. സംഗതി സയൻസിലൂടെ പോകാം. ഇന്നത്തെ സയൻസ് പോയി അവസാനം നിർഗുണമായ ബ്രഹ്മത്തിലെത്തും, രൂപവും ഭാവവും ഇല്ലാതെ. അതാണ് ഈ പ്രപഞ്ചമായി മാറിയത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ അതാണ് ആക്ട് ചെയ്യുന്നത്. സയൻസും എല്ലാം കൂടിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സയൻസ് തന്നെ ഒരു ചിന്തയൊക്കെ യുക്തിപരമായിട്ട് തന്നെ സയൻസിലൂടെ തന്നെയാണ് സംഭവിക്കുന്നത്. ശാസ്ത്രം തന്നെയാണ്. ഈ ശാസ്ത്രത്തിലൂടെയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് അവസാനം എന്നിട്ട് തിരിച്ചിട്ട് അവിടെ ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നുണ്ട്. കുറച്ചായിട്ട് ബ്രഹ്മത്തിൽ ലയിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. ഈ ചില നക്ഷത്രങ്ങളെല്ലാം കൽപ്പി എരിഞ്ഞൊരു ബ്ലാക്ക് ഹോളായിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഒരു സംഗതിയുമില്ല, എന്തോ ഒരു ബ്ലാക്ക് ഹോളുമാരി നിൽക്കുന്നു, ഒന്നും അതിൻ്റെ അകത്ത് നിന്നില്ല. പക്ഷെ അതിൽ നിന്നാണ്, പക്ഷെ ആ പ്രേരക ശക്തി അവിടെയുണ്ട്. അത് ബ്രഹ്മമായി മാറുകയാണ്. അവിടെ ആ പ്രേരക ശക്തി ഉണ്ടാകും. ഏതിൽ നിന്ന് വന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രേരണ എന്ന് പറയുന്നത് ചിലപ്പോഴുണ്ടാവില്ല, ഇങ്ങനെ ഇരിക്കും. പെട്ടെന്ന് നമുക്കൊരു പ്രേരണ ഉണ്ടാകും, എണീക്കും. അതുപോലെ നമ്മൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ഞാനില്ല. അതേപോലെ തന്നെ ഈ വസ്തുക്കളെല്ലാം പിന്നോട്ടേക്ക് പോയി ആ പ്രേരക ശക്തിയായി മാറിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതിന് രൂപവും ഭാവമൊന്നുമില്ല. അതുകൊണ്ടാണ് ബ്ലാക്ക് ഹോളിൻ്റെ അകത്ത് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല അവിടെ, അത് നിർഗുണമായി നിൽക്കുകയാണ്. പിന്നെ ഒരു പ്രേരക ശക്തി വരുമ്പോൾ അത് ഇതേപോലെ സയൻസിലൂടെ തന്നെ ആറ്റങ്ങളും പ്രോട്ടോണുകളും എല്ലാം മാറി പ്രപഞ്ചമായി മാറിയിട്ട് പിന്നെ വലിയൊരു നക്ഷത്ര സമൂഹമായിട്ട് മാറിയിട്ട് പിന്നെ അത് ഈ സൃഷ്ടിക്രമം, അവിടെ ഭൂമി ഉണ്ടെങ്കിൽ അതിലൂടെ സൃഷ്ടിക്രമം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെയായിരിക്കും പോയിട്ട് ഞാനെന്നൊരു ചിന്തയോടുകൂടി അവിടെ ഇരിക്കുന്നത്. പിന്നെ വേറൊന്നുകൂടിയും വേദം പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മം എന്നത് സാധാരണക്കാരനോടൊന്നും പറയാൻ പാടില്ലാത്ത സംഗതിയാണ്. കാരണം എല്ലാം ബ്രഹ്മം എന്ന് പറയുന്നത് സാധാരണക്കാരെ വട്ടെടുപ്പിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇത് നല്ലവണ്ണം ചിന്തിച്ച് യുക്തിപരമായി ശാസ്ത്രീയമായി നല്ലവണ്ണം ഏകാഗ്രമായിരുന്ന് ചിന്തിക്കുമ്പോഴേ ഇത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ സാധാരണക്കാരനോട് എല്ലാവരോടും എല്ലാം ബ്രഹ്മമയം എന്ന് പറയുന്നത്
നരകത്തിൽ തള്ളിയിടുന്നതിന് സമാനമാണെന്ന് ഉപനിഷത്ത് പറയുന്നു. അല്പജ്ഞാനികളെ ചിന്തിക്കാനും കഴിവൊന്നും ഇല്ലാത്തവരുടെ മുമ്പിൽ ഈ കാര്യം എല്ലാം ബ്രഹ്മമാണ് എന്ന് പറയുന്നത് അവരെ നരകത്തിൽ തള്ളിയിടുന്നതിന് സമാനമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതെല്ലാം കേൾക്കേണ്ടവർ, ചിന്തിക്കാൻ കഴിവുള്ളവർ യുക്തിപരമായി, ശാസ്ത്രീയമായി, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചുകൊണ്ട് ഈ തത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാത്തവർക്ക് അവരെ നരകത്തിൽ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരൊന്നും കേൾക്കാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. ഭൂരിപക്ഷം സാധാരണക്കാരനെ നരകത്തിൽ തുള്ളിയിടുന്നതിന് സമാനമെന്ന് വേദം പറഞ്ഞോട്ടെ. അവരോടൊന്നും ഇത് മിണ്ടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ യൂട്യൂബിലൂടെ മിണ്ടിയാലും കേൾക്കേണ്ടവരല്ലേ കേൾക്കും, ബാക്കിയുള്ളവരെ തുറന്നപ്പാട് തന്നെ കൂട്ടിയിട്ട് സ്ഥലം വിട്ടോളും. കാരണം ഇത് നല്ലവണ്ണം ചിന്തിക്കാൻ കഴിവുള്ളവർക്കും ബുദ്ധിപരമായി, ശാസ്ത്രീയമായി ഈ പറഞ്ഞതെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എന്തായിരിക്കുമെന്ന് ആ ബ്രഹ്മം തന്നെയാണ് ഈ ഞാനെല്ലാമായി മാറുന്നത്. ഇതെല്ലാം ഒരു മായയാണ്, ഒരു ഭ്രമമാണ്. ഒരു ലോകമെല്ലാം ഉണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഒരു ഭ്രമമാണ്. അതുകൊണ്ടാണ് മായ എന്ന് പറയുന്നത്.